കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. സുമോദിനും മഹേഷിനും ലത ചേച്ചിക്കും എല്ലാവർക്കും പ്രത്യേകം എൻ്റെ സ്നേഹാന്വേഷണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയെല്ലാം തോർന്നു. ഇവിടെ നാട്ടിൽ ഭയങ്കര മഴയാണ്. മഴയ്ക്ക് ഒരു ശമനവും വന്നിട്ടില്ല. എൻ്റെ കഥാപ്രസംഗം കേട്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കണ്ട, ഞാനൊരു കഥാകാരിയോ ഗായികയോ ഒന്നുമല്ല. ഞാൻ ഗായികയല്ല, കലാകാരിയല്ല, ഞാൻ കേവലം ഞാനൊരു പിഞ്ചു ബാലിക. പണ്ട് ഞാനൊരു പിഞ്ചു ബാലികയായിരുന്നു. ഇന്ന് 2 പിഞ്ചു ബാലകന്മാരുടെ അമ്മുമ്മയാണ്. ആ ഒരു ചിന്തയും ഇല്ലാതെയാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ ലതിക എന്ന ബ്ലോഗറുടെ പോക്ക് നിങ്ങൾ കാണണമല്ലോ. ഒരു 2 മക്കളുടെ അമ്മുമ്മയാണെന്നുള്ള വല്ല ചിന്തയും ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. ഇപ്പോഴും കൊച്ചുകുട്ടി എന്നാണ് വിചാരിച്ചാണ് മുമ്പോട്ട് പോണത്. അങ്ങനെ പാലുകാരൻ രാവിലെ പാലുമായി അങ്ങിന്ന് വരണുണ്ട്. ഞാൻ പാല് വാങ്ങാൻ ഇറങ്ങിയതാണ്. രാവിലെ ഒരാളുടെ നിന്ന് പാല് വാങ്ങിക്കും. ഇപ്പം കുറച്ച് പാല് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് ഈ ആളിൻ്റെ നിന്നും കൂടെ കുറച്ച് പാലുകൂടെ വാങ്ങിക്കും. ഇങ്ങനെ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇന്നത്തെ അടുക്കള ജോലികൾ തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ നാട് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ആനാപുരം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഞങ്ങൾ 2 മക്കളും അമ്മയും അച്ഛനും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. എൻ്റെ നേരെ മൂത്തത് എൻ്റെ ഒരു സഹോദരനാണ്. ആളിനും 2 പെൺമക്കളുമായി സുഖമായി ജീവിക്കുന്നു. എനിക്കൊരു മോനും ഒരു മോളുമാണുള്ളത്. അങ്ങനെ ഞങ്ങളെ ചെറിയ കാല ജീവിതങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ സാമാന്യം ജീവിക്കാൻ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളൊരു ചെറിയ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. ഞങ്ങളെ വീട്ടിൽ പശുവും മാടും കോഴിയും എരുമയും ഒക്കെ ഉണ്ടായിരുന്നു, വളർത്തു മൃഗങ്ങളായിട്ട്. പിന്നെ എന്നും മരിച്ചിനിയും ചക്കയും മാങ്ങാക്കാലം വരുമ്പോൾ മാങ്ങയും തേങ്ങയും ഒക്കെ ഉള്ള ഒരു സാധാരണ കുടുംബത്തിൽ ഒരു സാധാരണ കർഷകൻ്റെ മകളായി അങ്ങകലെ ശ്രീധരപിള്ളയുടെ പുന്നാര മോൾ ലതികയായിട്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഇന്നും എനിക്ക് എൻ്റെ അച്ഛനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമാണ്. എന്തെന്നറിയില്ല, എനിക്കൊരു 35 വയസ്സിനോളം അടുത്ത പ്രായമുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അതുവരെയും എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്നെയാണ് ജീവിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ കുഞ്ഞുകാലിലൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ സമയങ്ങളിലൊക്കെ ഞാൻ പാടാനും ആടാനും ഒക്കെ നിൽക്കുമായിരുന്നു. പാട്ടിനും കൂത്തിനും ഒക്കെ നിൽക്കണ ഒരു ആളായിരുന്നു. ഞങ്ങൾ കുറേ കുമാരിമാരില്ലേ അന്നത്തെ കാലത്ത്, കുമാരി മഞ്ജു, കുമാരി അനിത, കുമാരി ഗീത, ഇങ്ങനെ ഞങ്ങൾ പൊക്കം കുറഞ്ഞ കുറേ പെണ്ണുങ്ങളുണ്ട്. എല്ലാത്തിനെയും പിടിച്ച് ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇരുത്തും. ഞങ്ങൾ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ കുഴയടിച്ച് കളി, സ്പീഡ് കളി, പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ലീലാവിലാസങ്ങളായിരുന്നല്ലോ അന്ന്. ഇന്നത്തെ പിള്ളേരെ പോലുള്ള ഒരു പരിപാടികളൊന്നും നമുക്കന്നില്ലായിരുന്നല്ലോ. പിന്നെ കബഡി കളി, ഇതൊക്കെ ആയിരുന്നു. ഓരോ ക്ലാസ് നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ കബഡി കളി, ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ ലോകം. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസ കാലമൊക്കെ അടിപൊളിയായിരുന്നു. ചെറിയ കാലം കുട്ടികളായിരുന്നപ്പോഴൊക്കെ അടിപൊളിയായിട്ടാണ് ജീവിച്ച് വന്നത്. അങ്ങനെ ഞാൻ ഇന്നത്തെ എൻ്റെ രസക്കറിയും കത്തിരിക്ക പൊരിച്ചതും മീൻകറിയും മുട്ടയും സാമ്പാറും എല്ലാം ആയിട്ട് ഞാൻ ഇന്നും വന്നു. നിങ്ങളെൻ്റെ വീഡിയോ കാണണം, വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ചെറിയ കഥകളുമായി ഇനി ഓരോ വീഡിയോകളിലും വരണതായിരിക്കും. ഇതാണ് എൻ്റെ ഉച്ച ഊണ്. എല്ലാവർക്കും താങ്ക് യു.